ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു AI ടൂൾ എടുത്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് എന്തായിരിക്കും AI നമുക്ക് തരുന്ന ഇൻട്രസ്റ്റിംഗ് ആൻസേഴ്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ചാറ്റ് ജി പി ടി, അതായത് ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു AI ടൂളാണ്, അല്ലെങ്കിൽ ഒരു ചാറ്റ് ബോട്ടാണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. ഓപ്പൺ AI എന്ന് പറയുന്ന ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു AI ചാറ്റ് ബോട്ടാണ്. അതായത് ബേസിക്കലി നമ്മുടെ ക്വസ്റ്റ്യൻസിൽ നിന്നും മറ്റ് ഇൻഫോർമേഷനിൽ നിന്നും സ്വയം ലേൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ചാറ്റ് ബോട്ടാണ്. നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസും ചോദിക്കാം, അതിനറിയുന്ന ആൻസേഴ്സിൽ നിന്നും അത് ക്യൂറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ് ചാറ്റ് ജി പി ടിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്ലി ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ചാറ്റ് ജി പി ടി മാത്രമല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള AI ടൂൾ എന്ന് പറയുന്നത്. ഒരുപാട് AI ടൂൾസ് അവൈലബിൾ ആണ്. ബട്ട് ഓപ്പൺ AI എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ്ലി അതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാൾ എലോൺ മസ്ക് ആണ് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചാറ്റ് ജി പി ടിയിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജി പി ടി എന്ന് പറയുന്നൊരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കറിയാവുന്ന കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കാം. ആൻഡ് ലെറ്റ് us see how relevant ചാറ്റ് ജി പി ടി is in giving answers. നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. ഓക്കെ, സോ chat.openai.com എന്ന് പറയുന്ന വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് ലോഗ് ഇൻ ടു ചാറ്റ് ജി പി ടി. അവർ ഒന്ന് രണ്ട് എന്താ പറയുക, ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ തരും. അത് കഴിഞ്ഞാൽ ദിസ് വിൻഡോ ഇസ് വാട്ട് യു സീ. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു നോർമൽ ചാറ്റിംഗ് പോലെ എന്ത് വേണമെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. സോ വി ജസ്റ്റ് ആസ്കിങ് സംതിങ്. നമുക്ക് ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മണി സേവ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്കാം. സോ ഹലോ, what are the best options to save? സോ വാട്ട് ആർ ദ ബെസ്റ്റ് ഓപ്ഷൻസ് ടു സേവ് മണി എന്നുള്ള നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വിത്തിൻ കപ്പിൾ ഓഫ് സെക്കൻഡ്സ് നമുക്ക് ഹിയർ ആർ സം ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് ടു സേവ് മണി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് ഇറ്റ് ഔട്ട് എനി ഹൗ. ടു ക്രിയേറ്റ് എ ബഡ്ജറ്റ് ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. അപ്പോൾ നമുക്ക് പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഓഫ് ദ ഈസിയസ്റ്റ് വേസ്, ഫസ്റ്റ് തിങ് ഇസ് ടു ക്രിയേറ്റ് എ ബഡ്ജറ്റ്. നമ്മൾ ബഡ്ജറ്റിംഗ് വേണ്ടി വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ബഡ്ജറ്റ് ചെയ്യുക, സ്റ്റിക്ക് ടു ഇറ്റ് ആൻഡ് റെഡ്യൂസ് യുവർ എക്സ്പെൻസസ് ബൈ കട്ടിങ് അൺനെസറി കോസ്റ്റ്. സ്റ്റാർട്ട് സേവിങ് ഏർലി ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെറ്റൊക്കെ പേ ഓഫ് ചെയ്യാനുള്ള രീതിയിൽ. പിന്നെ ആപ്സും, അതായത് നമ്മുടെ ബഡ്ജറ്റ് എഫക്റ്റീവ്ലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൂൾസും ആപ്സും ഉപയോഗിക്കുക. നല്ല ഫൈനാൻഷ്യൽ ഗോൾസ് സെറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ സ്പെൻഡിങ്ങിനൊക്കെ ഭയങ്കര മൈൻഡ്ഫുൾ, ശ്രദ്ധയോടുകൂടി കാണുക. അതുപോലെ തന്നെ ബിഗ് എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് ഓപ്പൺ AI ഒരു ഇൻട്രസ്റ്റിംഗ് എന്താ പറയുക ഓപ്ഷൻസ് അല്ലെങ്കിൽ ബെറ്റർ വേസ് ടു സേവ് മണി തന്നിട്ടുണ്ട്. സോ വെരി ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? സോ നമുക്ക് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു നോക്കാം, സി വിച്ച് വൺ ഇസ് ബെറ്റർ ടു സേവ് ഓർ ടു ഇൻവെസ്റ്റ്. നമുക്ക് ചോദിച്ചു നോക്കാം, വിച്ച് വൺ ഇസ് ബെറ്റർ to save or to invest. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ സേവ് ചെയ്യുന്നതാണോ നല്ലത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് us see how the answer comes. അപ്പോൾ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ബട്ട് സെർവ് ഡിഫറെൻറ്റ് പേർപ്പസസ് ഒബ്വിയസ്ലി, അല്ലേ? സേവിംഗ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഗോളുകൾക്കും എമർജൻസീസിനും വേണ്ടി മാറ്റി വെക്കുന്ന എമൗണ്ടുകളെ ആയിരിക്കും നമ്മൾ സേവിങ് എന്ന് പറയുന്നതെന്നും, സേവിങ് ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് എമർജൻസി ഫണ്ട് പോലുള്ള എക്സ്പെൻസുകൾക്ക് അതാണ് ബെറ്റർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇൻവെസ്റ്റിംഗ് ഓൺ ദ അതർ ഹാൻഡ് പുട്ടിംഗ് മണി ഇൻ ടു ഫൈനാൻഷ്യൽ അസറ്റ്സ് സച്ച് എസ് സ്റ്റോക്സ്, ബോൺസ് ഓർ മ്യൂച്വൽ ഫണ്ട്സ് ഓർ റിയൽ എസ്റ്റേറ്റ് വിത്ത് എ ഗോൾ ഓഫ് ഏർണിംഗ് എ റിട്ടേൺ ഓൺ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എ ലോങ് ടേം, അല്ലേ? ഒരു ലോങ് ടേം പ്രോസസ്സിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ പൈസയെ മാറ്റി വെക്കുന്നതിനാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നതും ഇതിൽ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ട്. സോ ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് സേവിങ്ങിൻ്റെയും ഇൻവെസ്റ്റിങ്ങിൻ്റെയും ഒരു ബാലൻസ് ആണ് എന്നുള്ളതാണ്. സോ ഈ ആൻസർ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നാണ് നമ്മൾ ആലോചിക്കണം. എത്ര സെൻസിബിളായിട്ട് ലോജിക്കലായിട്ടാണ് ആൻസർ ഉള്ളത്. ബിക്കോസ് സേവിങ് എന്ന് പറയുന്നതും ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നതും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതല്ലെങ്കിൽ സേവിങ് എന്ന് പറയുന്നതിന് നമ്മൾ വളരെ ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് ആലോചിക്കുക എന്നുള്ളതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ വേ. ബട്ട് സ്റ്റിൽ ദി ആൻസർ ഇസ് സൂപ്പർബ് ആൻഡ് പെർഫെക്റ്റ്. സോ നമുക്ക് ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വിച്ച് ഈസ് ദ ബെസ്റ്റ്
ഓപ്ഷൻസ് ഇൻ ഇന്ത്യ, വിച്ച് ഇസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. വേരിയബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ആ ഫൈനാൻസ് ഗോൾസ്, റിസ്ക് ടോളറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ നമ്മളതിന് ചൂസ് ചെയ്യണം, വിച്ച് ഇസ് വെരി 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 കറക്റ്റ്. അപ്പോൾ അതൊന്ന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ്, വിച്ച് ഇസ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് കുറച്ച് റിസ്കിയർ ആണ്, ബട്ട് സ്റ്റിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇസ് എ ഗ്രേറ്റ് വേ ടു ഇൻവെസ്റ്റ്. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇതിൽ വരുന്നുണ്ട്. ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അതുപോലെ റിട്ടേൺ റേറ്റ് ഓഫ് റിട്ടേണും സിമിലർലി ലോ ആയിരിക്കും നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ അല്ലേ. പിന്നെ PPF ഗവൺമെൻറ് ബാക്ക്ഡ് സർവീസ് സ്കീമുകളും മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ NPS നാഷണൽ പെൻഷൻ സ്കീം. ഇപ്പോൾ NPFനെ പറ്റിയിട്ടും PPFനെ പറ്റിയിട്ടൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. വിൽ ഡു ഇറ്റ് ഫോർ ഷുവർ. അതുപോലെ റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, ഇതൊക്കെയാണ് അടിപൊളി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്നുള്ളത് ChatGPT തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. ബിക്കോസ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ റേഞ്ച് വളരെ വൈഡർ റേഞ്ച് ഒന്ന് നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രത്തോളം ആൻസേഴ്സ് നമുക്കിത് തരാൻ പറ്റും നമുക്ക് നോക്കാം. സോ വിച്ച് equity mutual fund is best in India? അപ്പം ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആണെന്നുള്ളത് ചോദിച്ചപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസും നമ്മുടെ റിസ്ക് അപ്പറ്റൈറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോണും അനുസരിച്ചിട്ടായിരിക്കും equity mutual funds ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഫ്യൂ ഫാക്ടേഴ്സ് കൺസിഡർ വൈൽ വി ആർ സെലക്ടിങ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഫണ്ട് പെർഫോമൻസ് ആണ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ഫണ്ടിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഫണ്ട് മാനേജറിൻ്റെ എക്സ്പീരിയൻസ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ആ ഫണ്ട് മാനേജ് ചെയ്യുന്ന മാനേജറുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട് നമ്മൾ നോക്കണം. അതുപോലെ പോർട്ട്ഫോളിയോ കോമ്പോസിഷൻ എത്രത്തോളം അല്ലേ, നമ്മൾ ആ പോർട്ട്ഫോളിയോയിലുള്ള കോമ്പോസിഷൻസ്, അതായത് സെക്ടോറിയൽ ഡിവിഷൻസ് എത്രയൊക്കെയാണ്, ഇക്വിറ്റി, ഡെറ്റ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻസിലൊക്കെ എത്രത്തോളമാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്കറിയണം. അതുപോലെ എക്സ്പെൻസ് റേഷ്യോ അറിയണം. അതായത് ആ ഫണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വരുന്ന ചിലവ് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള എക്സ്പെൻസ് റേഷ്യോ എത്രയാണെന്നുള്ളതും കൂടി എക്സ്പെൻസ് റേഷ്യോ ആണെങ്കിൽ ദാറ്റ് ഫണ്ട് വുഡ് നോട്ട് ബി എ ഗ്രേറ്റ് തിങ് ടു ഡു. അങ്ങനെ ഫണ്ട് ഹൗസ് ആ ഫണ്ട് ഹൗസിൻ്റെ റെപ്യൂട്ടേഷൻ, ഇപ്പോൾ ICICI, HDFC ഒക്കെ പോലുള്ള നല്ല റെപ്യൂട്ടഡ് എന്നാണോ വരുന്നത്, അതല്ലെങ്കിൽ ഫണ്ട് ഹൗസ് റെപ്യൂട്ടേഷൻ കുറഞ്ഞിട്ടുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണോ, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫ്യൂ ഓഫ് ദ പോപ്പുലർ എക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 5 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്, വിച്ച് ഇസ് സോ ഗ്രേറ്റ്. സോ ഒരു AI എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ശരിക്കും നമുക്കിതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ വളരെ ഈസി ആയിട്ട് ഇതിൽ ജസ്റ്റ് ടൈപ്പ് ഔട്ട് ചെയ്ത് നോക്കിയിട്ട് കാര്യങ്ങളെ പഠിക്കാൻ പറ്റും എന്നുള്ളതും അതൊന്ന് ഒരുമിച്ച് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കിതിന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം AI ടൂളുകളെ വളരെ പ്രോപ്പറായിട്ട് പഠിക്കാനായിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഈ AI പറയുന്ന പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇതിൻ്റെ മുകളിൽ റിലേ ചെയ്യരുത്. ബിക്കോസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻ വി ഇൻവെസ്റ്റ് ഇൻ ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ക്യാൻ വി ഇൻവെസ്റ്റ് ഇൻ ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് ചോദിച്ചപ്പം യു ക്യാൻ ഇൻവെസ്റ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുണ്ട്. സോ ഇത്തരം AI ടൂളുകളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിക്കാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈസി ആയിട്ട്, ബിക്കോസ് ഗൂഗിൾ വാസ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് സോഴ്സ് ഫോർ us ടു സെർച്ച്. നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ അവിടെ കണ്ടന്റ് നോയ്സ് ഉണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇവിടെ ഓപ്പൺ AI പോലുള്ളൊരു എന്താ പറയുക ബ്യൂട്ടിഫുൾ AI ടൂൾ ഉപയോഗിച്ച് നമുക്ക് വിതൗട്ട് എനി കണ്ടന്റ് നോയ്സ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, പഠിക്കാൻ പറ്റും. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഡോണ്ട് മേക്ക് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്, ബട്ട് ഒബ്വിയസ്ലി ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇത്രയും ഓപ്പൺ ആയിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതും ഇതിനെ യൂട്ടിലൈസ് ചെയ്യണമെന്നും നിങ്ങളോട് പറയാമെന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശം. ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.